ഹായ് ഓൾ, നമുക്കിന്ന് ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഗോബി മഞ്ചൂരിയാണ് തയ്യാറാക്കുന്നത്. ആദ്യം നമുക്ക് കോളിഫ്ലവർ ഇതുപോലെ നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇച്ചിരി ഉപ്പിട്ടിട്ട് വേണം കഴുകി എടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കത് മാറ്റി ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അതിനുശേഷം ഒരു പച്ചമുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് സബോള, ഒരു അരമുറി സബോള ചെറിയതായിട്ട് സ്ലൈസ് ചെയ്ത് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത്ര സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു കുക്ക് ചെയ്യുന്നൊരു പാനിലോട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചിട്ട് നമുക്കതിനകത്തോട്ട് കോളിഫ്ലവർ ഇടുക. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 3-4 മിനിറ്റിനുള്ളിൽ തന്നെ അത് വെന്ത് കിട്ടുന്നതാണ്. അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലോട്ട് ഞാൻ 2 സ്പൂണ് വലിയ സ്പൂൺ മൈദ ഇട്ടിട്ടുണ്ട്. ഒരു 1.5 സ്പൂണ് കോൺഫ്ലവർ ഇട്ടിട്ടുണ്ട്. 1 സ്പൂണ് മുളക് പൊടി, ഒരു വലിയ സ്പൂണിന് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു 1/4 ടീസ്പൂണ് ഉപ്പൂടി ഇട്ടിട്ടുണ്ട്. ഉപ്പ് നമുക്ക് ആവശ്യം ഇടാൻ നോക്കിയിട്ട്, എന്നിട്ട് അത് നല്ലതായിട്ട് തന്നെ ഇളക്കിയെടുത്ത ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചേക്കുന്ന കോളിഫ്ലവർ കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു സ്വല്പം വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. ഒത്തിരി വെള്ളം വേണ്ട, സ്വല്പം വെള്ളം കൂട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി. എന്നിട്ട് നമുക്ക് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പാൻ എടുത്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിനകത്തോട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കണം. ഒന്നിൻ്റെ മണ്ടയ്ക്ക് ഒന്നായി പോകില്ല, ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു 75% ഒന്ന് ഫ്രൈ ചെയ്തൊന്ന് എടുക്കുക. ഒത്തിരി ഫ്രൈ ആയി വരണ്ട, ഒരു 3/4% ഫ്രൈ ആയി ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞിട്ട് നമുക്കിങ്ങനെ കോരിയെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ഇത് 2 സെറ്റ് ഫ്രൈ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ടാമത്തെ സെറ്റ് ഇതുപോലെ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. അതിനുശേഷം വേറെ നമ്മുടെ ഒരു പാനിലോട്ട് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ഞാൻ വേറെ ഒരു ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതും സബോളയും കൂടിയിട്ട് വഴറ്റിയെടുക്കുക. ഇച്ചിരി ഉപ്പും അടച്ച് വെച്ച് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉണ്ടായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി 3-4 ഞാൻ സ്ലൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം ക്യാപ്സിക്കം കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അടച്ച് വെച്ചൊന്ന് വഴറ്റിയെടുക്കുക. ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് 1 സ്പൂണ് മുളക് പൊടി, ചെറിയ സ്പൂണ് 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വഴറ്റിയെടുത്താൽ മതി. അപ്പോഴത്തേനും വഴന്ന് കിട്ടും. അതിനകത്തോട്ട് 1 സ്പൂണ് ടൊമാറ്റോ സോസ്, വലിയ സ്പൂണിന് 1 സ്പൂൺ ടൊമാറ്റോ സോസ്, 1 സ്പൂണ് വലിയ സ്പൂണിന് സോയാ സോസ്, അതുപോലെ തന്നെ വലിയ 1 സ്പൂണിന് ചില്ലി സോസ്, അത്രയും ഇട്ടിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിലോട്ട് നമുക്ക് കോളിഫ്ലവർ, നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന കോളിഫ്ലവർ കൂടി ഇട്ട് മിക്സാക്കി എടുക്കുക. അതിലോട്ട് ഞാൻ ഒരു ചെറിയൊരു ഗ്ലാസ്സിന് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളത്തിൽ 1 സ്പൂണ് കോളിഫ്ലവർ ഞാൻ കലക്കി ഒഴിക്കുന്നുണ്ട്. അതൊരു ഗ്രേവിക്ക് വേണ്ടിയാണ് ഞാൻ അങ്ങനെ ഒഴിക്കുന്നത്. അതും ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോഴത്തേനും നമ്മുടെ കോളിഫ്ലവറിൻ്റെ ഗ്രേവി ഒന്ന് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഉപ്പൊന്ന് നോക്കിയതിന് ശേഷം ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ഗോബി മഞ്ചൂരി ഇവിടെ റെഡി ആക്കിയിട്ടിരിക്കുകയാണ്. ഉറപ്പായിട്ടും നിങ്ങൾ ഒന്ന് വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഐറ്റം തന്നെയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. ഉറപ്പായിട്ടും വീട്ടിൽ കുക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. Okay, thank you for watching.